കഴിഞ്ഞ ദിവസമാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു CCTV ദൃശ്യം പുറത്തു വന്നത്. ഒരു യാത്രക്കാരൻ ഓടുന്ന ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. കാൽ വഴുതി പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലേക്ക് വീഴുന്നു. ആ സമയത്ത് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ കോൺസ്റ്റബിൾ ലിജിഷ അദ്ദേഹത്തെ രക്ഷിക്കുന്നു. വല്ലാതെ പേടിപ്പിക്കുന്ന ദൃശ്യമായിരുന്നു. ലിജിഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയൊരു കാര്യമാണ് ചെയ്തത്. എന്താണെന്ന് സംഭവിച്ചത്? അന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം അവര് ഓടി വന്നു ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ആ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ഫ്രണ്ടിൽ നിന്ന് കയറുന്നതുകൊണ്ട് LP ഒന്ന് ചവിട്ടി കൊടുത്തു. അപ്പോൾ അവർ കയറി കഴിഞ്ഞ് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തപ്പം അദ്ദേഹം ടിക്കറ്റ് എടുത്ത് ഓടി വരുമ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം ഇത് കൊല്ലം മെമു. അപ്പം ഞാൻ കൊല്ലം മെമു ആണ് ചേട്ടാ, കയറല്ലേ എന്ന് പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും പുള്ളി ചാടി കയറി. അത് ഓപ്പോസിറ്റ് സൈഡ് ആണെന്ന് തോന്നുന്നു ചാടി കയറിയത്. അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് എനിക്ക് അവരുടെ ഷോൾഡറാണ് കിട്ടിയിരിക്കുന്നത്. ഷോൾഡർ പിടിച്ച് വലിച്ച് കൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് രണ്ടുപേരും വീണു. പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വീണത്. പകുതി മുക്കാൽ കാലിൻ്റെ ആ ഒരു പോർഷൻ അത് വണ്ടിയുടെ അടിയിലേക്ക് പോകേണ്ടതായിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന അവിടെ 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവരും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആള് ഒട്ടും സേഫ്, അതായത് ഓടിക്കയറുന്ന ഒട്ടും സേഫ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും പാസഞ്ചേഴ്സ് പൊതുവെ അവർക്ക് ആ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് പറയുന്ന ടൈമിന് അവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം അവർ അതിനെ കയറി പോകണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് കയറി വരുന്നത്. പൊതുവേ നമ്മൾ പറയും, വിസിലടിക്കും, അലേർട്ട് ചെയ്യും. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഡേ ഡ്യൂട്ടി ആണെങ്കിലും വണ്ടി മൂവ് ആകുന്ന സമയത്ത് നമ്മൾ വിസിലടിക്കും. 2 സൈഡിലേക്ക് നോക്കാറുണ്ട്, വിസിലടിക്കാറുണ്ട്, ഓടി വരുന്നവരുടെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, കയറരുതെന്ന് പറയാറുണ്ട്. അന്ന് എന്തോ പുള്ളി എമർജൻസി ആയിരിക്കണം, എനിക്കറിയില്ല. അപ്പോൾ അവർ പോയത് ഇനി പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ വീണ സമയത്ത് പിടിക്കാൻ പറ്റിയത് എന്തോ എൻ്റെയും എല്ലാവരുടെയും ഒരു ഭാഗ്യം. അന്നത്തെ ദിവസം ഡ്യൂട്ടി അവിടെ ആയിരുന്നില്ല, സത്യത്തിൽ CCTV നിരീക്ഷണത്തിലായിരുന്നു അല്ലേ? അപ്രതീക്ഷിതമായാണ് അവിടേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അല്ലേ? CCTV ബാർ, അതായത് ആ സമയത്ത് നമുക്ക് 6 മണിക്ക് ഇന്റർസിറ്റി, കണ്ണൂർ ഇന്റർസിറ്റി, 6:15, 6:05 ഈ വണ്ടി, അങ്ങനെ 6:10 ഗുരുവായൂർ വണ്ടി, അങ്ങനെ കുറെ വണ്ടികളുള്ള സമയം. അപ്പം പൊതുവെ CCTV ഡ്യൂട്ടിക്കാരാണ് 6ാമത്തെ പ്ലാറ്റ്ഫോം അറ്റൻഡ് ചെയ്യുന്നത്, ആ വണ്ടി അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ്. ഇത്തരം അപകടങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പതിവായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു വീഴ്ചയൊക്കെ ഉണ്ടാവുക. എന്താണ് ആ സമയത്ത് പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് പോകാൻ എന്തായിരുന്നു സാഹചര്യം? പെട്ടെന്ന് ഞാൻ യൂണിഫോമിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. അത് അവര് അടിയിലേക്ക് പോയാലും എനിക്ക് പ്രശ്നമാണ്. അപ്പം മാക്സിമം ആളുകളെ സേഫ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റേ നമ്മുടെ മനസ്സിലുള്ളൂ. വീഴുവാണ്, നമ്മൾ മുന്നിൽ വീഴുവാണെങ്കിൽ എന്തായാലും അവരെ പിടിക്കണം എന്നുള്ള മനോഭാവമായിരുന്നു. എന്തോ ഒരു അങ്ങനെ തോന്നി പിടിക്കാൻ പെട്ടെന്നൊരു. ആ ദൃശ്യം വളരെ ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കണ്ടത്. അതിനുശേഷം ആ യാത്രക്കാരൻ സംസാരിച്ചോ? അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി നോർമൽ, വറീഡായിരുന്നു ആള് ഭയങ്കര പാനിക്കായി. പിന്നെ എനിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല, പുള്ളിക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയിപ്പോയി. പിന്നെ സംസാരിച്ചു, ഏട്ടാ ഓക്കെ ആണോ, നിങ്ങൾ ഓക്കെ ആണോ? ഞാൻ ഓക്കെ ആണ് മാഡം, പോവുകയാണ്, ഇതിൽ തന്നെ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി. ആളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ആള് സേഫായിട്ട് ഇരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇനി ഇഞ്ചറി ഒന്നും ഉണ്ടായിരിക്കില്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ പോയപ്പോഴും മനസ്സിൽ. ഇപ്പോൾ ഇൻസ്പെക്ടർ വിനോദ് സാറോട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ എത്ര പറഞ്ഞിട്ടും ആളുകൾക്ക് മനസ്സിലാകാത്തൊരു സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും അവയർനെസ് വളരെ റെഗുലറായിട്ട് നമ്മൾ ഇവിടെയും പുറത്ത് മറ്റ് വേസൈഡ് സ്റ്റേഷനുകളിലും ട്രെയിനുകളിലൊക്കെ പോയി ഇതൊരു അവയർനെസ് ചെയ്യാറുണ്ട്. അപ്പം യാത്രക്കാർ ലേറ്റായിട്ട് വരുന്നത് വളരെ ഒരു അപകടം പിടിച്ചൊരു വസ്തു തന്നെയാണ്. ഓരോ വണ്ടി വരുമ്പോഴും പുറകിൽ കുറേ പേര് ഓടി വന്ന് വണ്ടി കയറാൻ ശ്രമിക്കുന്നതായിട്ട് വളരെ കാണാറുണ്ട്. വളരെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. പക്ഷേ ഡ്രൈവർമാർ അധികം വേഗം എടുക്കുന്നതിന് മുമ്പാണെങ്കിൽ ഡ്രൈവറും കാർഡും ഒക്കെ വണ്ടി ഒന്ന് നിർത്തി കൊടുത്തവരെ ഫാമിലീസിനെയൊക്കെ കയറിക്കൊണ്ട് പോകുന്ന സന്ദർഭമുണ്ട്. പക്ഷേ എന്നാലും ആ സമയത്ത് വരാതെ ഉണ്ടാകുന്ന ഇത് അപകടങ്ങളിലേക്ക് കാരണമാവുകയും കൈകാലം നഷ്ടപ്പെടുകയും മറ്റ് മരണത്തിന് വരെ കാരണമാകുന്ന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. അവയർനെസ്സിലൂടെയും എന്നാൽ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ അലേർട്ടായിട്ടുള്ള നമ്മുടെ ഒരു വുമൺ കോൺസ്റ്റബിൾ ലിജിഷ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്ത് ഒരാൾ വീഴുന്നതായിട്ട് കാണുകയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഒരുപാട് അപ്രീഷിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. താങ്ക് യു.
സമാനമായ അപകടങ്ങൾ നിരന്തരമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പറഞ്ഞിട്ടും ആളുകൾ കേൾക്കുന്നില്ല, അവരൊരു ആ മുന്നറിയിപ്പ് കാര്യമായി എടുക്കുന്നില്ല എന്നതാണ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ പരാതി. ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ലിജിഷ, വനിതാ കോൺസ്റ്റബിളായ ലിജിഷ രക്ഷിച്ച ആ യാത്രക്കാരൻ ആര് എന്ന്. ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചത്തിലിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.